ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഡിജിറ്റൽ മേൽവിലാസ സംവിധാനം നിർമ്മിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്ത് തോന്നും? ആ സംവിധാനം നമ്മൾക്ക് പരിചിതമായ GPS-നേക്കാൾ കുറ്റമറ്റതാണ് എന്നുകൂടി പറഞ്ഞാലോ? അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കഥയിലേക്കും വിശകലനത്തിലേക്കുമാണ് നമ്മളിന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ത്യ അവതരിപ്പിച്ച ഡിജിപിൻ അഥവാ ഡിജിറ്റൽ പിന്നിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പോകുന്നതും ഡിജിറ്റൽ പിന്നിൻ്റെ കഥയും അതിൻ്റെ ബാക്ക് ആൻഡ് ഡീറ്റെയിൽസിനെയൊക്കെ പറ്റി പറയാനാണ്. ഡിജിറ്റൽ പിൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുണ്ടായത്. പരസ്യത്തിൻ്റെ മേമ്പൊടിയൊന്നും ഇല്ലാതെ നമ്മൾ മുന്നിലേക്ക് ഡിജിറ്റൽ പിൻ എന്ന സംവിധാനം ഞങ്ങളിത് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്ത്യൻ പോസ്റ്റ് അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ വാർത്ത വായിച്ച സമയത്ത് തന്നെ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. കാര്യം ഈ അഡ്രസ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്ത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ചും വികസ്വര രാജ്യങ്ങളിൽ നിന്നും വികസിത രാജ്യങ്ങളായി പരിണമിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ നേരിടുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പോൾ അമേരിക്ക പോലെ രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളും റോഡ് കൊണ്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അഡ്രസ് സ്റ്റാൻഡർഡൈസേഷൻ എളുപ്പമാണ്. റോഡിൻ്റെ പേര് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വീടിൻ്റെ നമ്പർ ഇപ്പോൾ 15 അത് കഴിഞ്ഞ് റോഡിൻ്റെ യൂണിയൻ മിൽ റോഡ് അങ്ങനെ പറയാം. അത് കഴിഞ്ഞ് സിറ്റിയുടെ പേര് ബർലിംഗ്ടൺ, അത് കഴിഞ്ഞ് ഏത് സ്റ്റേറ്റാണോ ആ സ്റ്റേറ്റിൻ്റെ പേര് പറയാം. പക്ഷേ ഇന്ത്യയിൽ പലപ്പോഴും നമ്മുടെ അഡ്രസ് സംവിധാനങ്ങൾ അത്രയും കുറ്റമറ്റതല്ല. നമ്മൾ പലപ്പോഴും പറയുന്നത് പെട്രോൾ പമ്പിന് ശേഷം 2ാമത്തെ റോഡ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള നീല പെയിൻ്റ് അടിച്ച വീട്, എങ്ങനെയൊക്കെ പറയണം. പലപ്പോഴും ലാൻഡ് മാർക്കുകളെ വച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും സൊമാറ്റോയിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വരുമ്പോൾ നമ്മൾ പറയും കല്യാണ മണ്ഡപത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഇറക്കം വഴിയുണ്ട്, ആ വഴി താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ 2ാമത്തെ വളവ് എന്നൊക്കെ നമ്മൾ വഴിയെക്കുറിച്ച് പറയാറുണ്ട്. കാര്യം ഈ അഡ്രസ് സ്റ്റാൻഡർഡൈസേഷൻ വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഈ അഡ്രസ് സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ച് ഒരുപാട് വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. കാര്യം പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ അഡ്രസ് സ്റ്റാൻഡർഡൈസേഷൻ. പ്രത്യക്ഷ നമുക്ക് അങ്ങനെ തോന്നില്ല എന്നെങ്കിൽ കൂടിയും ഓരോ ആ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും ആൾക്കാരിലേക്ക് എത്തിച്ചേരാൻ ഈ അഡ്രസ്സ് എന്ന് പറയുന്ന സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 56 കോടി ജനങ്ങളുടെ അഡ്രസ്സ് വാലിഡേറ്റ് ചെയ്യപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർ പൗരന്മാരായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അഡ്രസ്സ് വാലിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അവരുടെ അഡ്രസ്സ് ഇന്നൊരു അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പേപ്പറിലൊക്കെ എഴുതി പോസ്റ്റിലൊക്കെ എഴുതി പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ആധാർ കാർഡിനും മറ്റു കാര്യങ്ങളും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും വാലിഡേറ്റ് ചെയ്യാൻ മാർഗ്ഗമില്ല. ഒരു അഡ്രസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വാലിഡേഷൻ ചെക്ക് അവർ നടത്തും. GPS കോർഡിനേറ്റ്സ് വെച്ചിട്ട് തന്നെ ഒരു ചെക്ക് നടത്തിയിട്ട് പറയും റോങ് ആയിട്ട് അഡ്രസ്സാണ് എൻ്റർ ചെയ്യണമെങ്കിൽ അവർ പറയും ഇത് തെറ്റായ അഡ്രസ്സാണ്, ഈ അഡ്രസ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് എന്ന് വരും എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എങ്ങനെ സാധിക്കും, നമുക്ക് എല്ലായിടത്തും റോഡ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത്. പക്ഷേ ഹൈദരാബാദ് IIT-യിലെ സെൻറ്റർ ഫോർ സ്പേഷ്യൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള അതിവിദഗ്ധരായ എൻജിനീയേഴ്സും നമ്മുടെ ISRO-യുടെ നമ്മുടെ വലിയ അഭിമാനമായ സ്പേഷ്യൽ എൻജിനീയേഴ്സും ചേർന്നിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ പരിഹാരമാണ് നമ്മുടെ മുന്നിൽ ഡിജിറ്റൽ പിന്നായിട്ട് അല്ലെങ്കിൽ ഡിജി പിന്നായിട്ട് എത്തുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു എങ്കിലും ഇതിൻ്റെ പുറകിലുള്ള ടെക്നോളജി പറ്റി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് എന്തുമാത്രം വലിയ ഒരു സംഭവമാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വിവരങ്ങളിലേക്കും നിങ്ങളെ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ ഓരോ പാക്കേജുകളും ഡെലിവർ ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിരുന്നു. ഈ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു ടേം ഉണ്ട്. അതിന് പറയുകയാണ് ലാസ്റ്റ് മൈൽ ഡെലിവറി എന്ന്. ആമസോൺ പോലുള്ള കമ്പനികൾ ഈവൻ അമേരിക്കയിൽ പോലും നേരിടുന്ന ചലഞ്ചസിൽ ഏറ്റവും വലിയ ചലഞ്ചസ് ഒന്നാണ് ഈ ലാസ്റ്റ് മൈൽ ഡെലിവറി. എന്താണ് ലാസ്റ്റ് മൈൽ ഡെലിവറി? ലാസ്റ്റ് മൈൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹിയിൽ നിന്നൊരു പാക്കേജ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ചെറിയ പ്രദേശത്തേക്ക് അയക്കുവാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നും ആ പാക്കേജ് കേരളത്തിലെത്താൻ ബുദ്ധിമുട്ടില്ല, കേരളത്തിലെത്തിയ പാക്കേജ് തിരുവനന്തപുരത്ത് എത്താൻ ബുദ്ധിമുട്ടില്ല. തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം പിന്നെ ഈ പാക്കേജ് ഈ കസ്റ്റമറുടെ അടുത്ത് എത്താനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാര്യം അഡ്രസ് സ്റ്റാൻഡർഡൈസേഷനില്ല, നമുക്ക് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും കസ്റ്റമർ അവൈലബിൾ ആണോ ഇല്ലയെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഈ പാക്കേജ് കളഞ്ഞു പോകാനുള്ള സാധ്യത, ഇപ്പോൾ കസ്റ്റമർ ഇല്ല, അത് റിട്ടേൺ പോയി കഴിഞ്ഞാൽ കളഞ്ഞു പോകാനുള്ള സാധ്യത. അങ്ങനെ ഈ എക്കണോമിക്സ് ഈ കോമേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികൾക്ക് വലിയ തോതിലുള്ള നഷ്ടം വന്നിരുന്ന ഒരു കാര്യമാണ് ഈ ലാസ്റ്റ് മൈൽ ഡെലിവറി എന്നുള്ളത്. ഇപ്പോൾ പോലും ആമസോൺ അവരുടെ വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം മെമ്പേഴ്സിനെ അവർ
അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മൈൽ ഡെലിവറി എങ്ങനെ ബെറ്റർ ആക്കാം, എങ്ങനെ നല്ലതാക്കാം എന്നുള്ള രീതിയിൽ. അത് ചിലയിടത്ത് ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അഡ്രസ്സ് കണ്ടുപിടിക്കുകയില്ല, അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്പീഡ് എങ്ങനെ കൂട്ടാം, അതിൻ്റെ ഓപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. നമ്മുടെ രാജ്യത്ത് അഡ്രസ് സ്റ്റാൻഡർഡൈസേഷൻ ഒരു വലിയ വിഷയം തന്നെയായിരുന്നു. ഒരുപാട് നഷ്ടം, ദശലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ കമ്പനികൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ഇന്ത്യ ഗവൺമെൻറ് കുറേ നാളെ ആലോചിക്കുന്നു. അപ്പം പല രീതിയിൽ നമുക്കിത് പരിഹരിക്കാം. ഒന്ന്, നമ്മുടെ അതേ സംവിധാനം ചെയ്തിരിക്കുന്ന ബാക്കി ഏതെങ്കിലും രാജ്യമുണ്ടോ? ഇപ്പോൾ ലോകത്തുള്ള ചൈന പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ പോലെ തന്നെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയിലുള്ള, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുന്നേ ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. അവരെങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ചൈനയിലെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഭയങ്കര റിജിഡാണ് അവരുടെ സിസ്റ്റം, അത്ര ഫ്ലെക്സിബിൾ അല്ല, ആൾക്കാർക്കൊന്നും പോയി എഡിറ്റ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ബാക്കി വേറെ ഏതെങ്കിലും രാജ്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മളിത് നോക്കുമ്പോഴും ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളെ, ലോകത്തുള്ള മറ്റ് ഏതൊരു രാജ്യത്തിനെ അപേക്ഷിച്ചും നമുക്കുള്ള ചലഞ്ചസ് വളരെ യുണീക്ക് ചലഞ്ചസാണ്. ഒന്ന്, 150 കോടി ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. രണ്ട്, ഏതാണ്ട് 20 മുതൽ 30 വരെ ഭാഷകൾ പല സ്ഥലങ്ങളിൽ സംസാരിക്കുന്നു. പലപ്പോഴും ലെറ്ററുകൾ എഴുതുമ്പോൾ പോലും ആ ലോക്കൽ ഭാഷകൾ ഉപയോഗിക്കുന്നു. അതെങ്ങനെ പരിഹരിക്കാം? ഇതൊക്കെ വലിയ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റം ഈ 30 ലാംഗ്വേജുകളും ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ബിൽഡ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള യുണീക്കായിട്ടുള്ള ചലഞ്ചസ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വിദഗ്ധരായ ശാസ്ത്രജ്ഞരും പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ടീമും ഒക്കെ ഇത് പഠിച്ചപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നി, ഇത് നമ്മുടേതായ യുണീക്കായിട്ടുള്ള രീതിയിൽ ഇത് സോൾവ് ചെയ്യണം. അതായത് ഇന്ത്യക്ക് ട്രഡീഷണലായി ഉപയോഗിച്ചിരിക്കുന്ന അഡ്രസ് സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ ഈ സിസ്റ്റം ബിൽഡ് ചെയ്തപ്പോൾ നമ്മുടെ എൻജിനീയേഴ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ മൊത്തം ഭൂപ്രദേശത്തിനെ അവർ 16 ചതുരങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. 4 ചതുരം മേലെ, 4 താഴോട്ട്, അങ്ങനെ മൊത്തം ഒരു ചെസ് ബോർഡ് കണക്കിന് 16 ചതുരങ്ങളായി ഡിവൈഡ് ചെയ്തു. ഓരോ ചതുരത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ആൽഫബറ്റിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ചില ചതുരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന നമ്പറുകളിലാണ്. നിങ്ങൾക്ക് ഈ ഇമേജ് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും അതെങ്ങനെയാണ് അതിൻ്റെ ഓർഡർ എന്നുള്ളത്. എന്നിട്ട് ഈ ഓരോ ചതുരങ്ങളും പിന്നെയും 16 സബ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ സ്ക്വയർ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്വയർ ബ്ലോക്ക് എന്നത് പിന്നെ ഒരു 16 എണ്ണം, അതിൽ ചെറിയൊരു സ്ക്വയർ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 16. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഐഡൻറ്റിഫൈ പറ്റും. അതായത് 10 അക്കമുള്ള ഒരു ഡിജി പിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ ലെറ്റർ, ഇപ്പോൾ എഫ് എന്നുള്ള ലെറ്ററാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എഫ് ഈ കോളത്തിൽ ഉള്ളതാണ്. ഓക്കെ, എൻ്റെ ഈ റീജിയൻ്റെ ഫസ്റ്റ് കോളം ഇതാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് സെക്കൻഡ് ലെറ്റർ നോക്കുക ഏതാണ് അതിൻ്റെ അകത്തുള്ളത്, പിന്നുള്ളത് അതിൻ്റെ അകത്തുള്ളത്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിൻകോഡിൻ്റെ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിർമ്മിക്കാനായിട്ട് പിന്നെ നമ്മളെ ഹൈദരാബാദ് IIT എഞ്ചിനീയേഴ്സ് തീരുമാനിച്ചപ്പോൾ അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ISRO ആണ് വന്നത്. 99 കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മുടെ രാജ്യത്തിന് GPS സംവിധാനം അമേരിക്ക കൊടുക്കാതിരിക്കുകയും നമ്മൾ തദ്ദേശീയമായ ഒരു GPS ഒരു നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെന്ന് ഉള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഓവർ ദ കോഴ്സ് ഓഫ് ഇയേഴ്സ് ISRO അത് ഡെവലപ്പ് ചെയ്യുവാണ്, ആ തദ്ദേശീയമായ സിസ്റ്റം. നമുക്കിപ്പോൾ 7 IRNSS സാറ്റലൈറ്റുകളുണ്ട്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അത് 7 എണ്ണം നമ്മുടെ രാജ്യത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. GPS-ൻ്റെ ആക്യുറസി 3 മുതൽ 5 മീറ്റർ വരെയാണ്. GPS നമ്മുടെ അടുത്ത് പറയുവാണ് ഇന്ന സ്ഥലം ഇന്ന പോയിന്റിലുണ്ടെന്ന് പറഞ്ഞാൽ 3 മുതൽ 5 മീറ്റർ വരെ ചെറിയ വ്യത്യാസം വരാം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. എന്നാൽ നമ്മുടെ ഈ പുതിയ ഡിജിപിൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള ഈ IRNSS-ൻ്റെ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ള അഡ്രസ്സിംഗ് സിസ്റ്റത്തിന് അത് 1 മീറ്റർ വ്യത്യാസത്തിൽ പറയാൻ സാധിക്കും. അതായത് ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് 1 മീറ്റർ ഡിഫറൻസേ വരുള്ളൂ. GPS-നെക്കാളും ആക്യുറേറ്റ് ആണ് നമ്മുടെ സിസ്റ്റം. നാവിക് സി എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തപ്പോൾ ഇവരിതിൻ്റെ അകത്ത് പല സാധനങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത്, നമുക്ക് തന്നെ ഡേറ്റ എൻട്രി ചെയ്യാൻ പറ്റും. ക്രൗഡ് സോഴ്സിംഗ് ആണ്. പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് തന്നെ ഡേറ്റ എൻട്രി ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് തന്നെ ഡേറ്റ കറക്റ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ എൻ്റയർ സാധനത്തിൻ്റെ കോഡ് ഓപ്പൺ സോഴ്സായിട്ട് അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. അതായത് ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു ടീം ടെക്നിക്കലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സംഭവമാണെങ്കിൽ കൂടിയും അത് വലിയ ഒരു ജനവിഭാഗത്തിന് അത് ഓപ്പൺ ആക്കിയിരിക്കും. വലിയൊരു ജനവിഭാഗത്തിനല്ല, ടെക്നോളജി അറിയാവുന്ന ആർക്കും അത് ആക്സസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ആർക്കെങ്കിലും എഡിറ്റ് ചെയ്ത് തെറ്റിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. ഓപ്പൺ സോഴ്സുകൾ സോഫ്റ്റ്വെയർ വർക്ക് അങ്ങനെ എളുപ്പത്തിൽ ഇതിൻ്റെ കോഡ് ബേസ് എഡിറ്റ് ചെയ്യാൻ ആയിട്ട് സാധിക്കില്ല. അത് വിക്കിപീഡിയയിൽ റോങ് ഡീറ്റെയിൽസ് വരുന്നു എന്ന് പറയുന്ന പോലെയാണ്. വളരെ പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യുകയും അപ്ഡേറ്റ് ആവുകയും ചെയ്യും.
ലൈനക്സ് ഒക്കെ നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ വരുന്ന സാധനങ്ങളാണ്. ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയിട്ട് ഇത് എല്ലാവർക്കും അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. ജിയോ കോഡിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. പിന്നെ നമ്മുടെ ലാൻഡ്മാർക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ അഡ്രസ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലുള്ള അൽഗോരിതം ഈ അഡ്രസ്സിലുള്ള ഓരോ എലമെൻറ്റ്സ്, ഇപ്പോൾ ആൽമരത്തിൻ്റെ അരികെ അല്ലെങ്കിൽ നിയർ ദ കൃഷ്ണ ടെമ്പിൾ, നിയർ ദ ചർച്ച് നിയർ ദ മോസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ആ എലമെൻറ്റ് മാത്രം അടർത്തിയെടുത്ത് അത് സ്റ്റോർ ചെയ്യും. ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന കോളത്തിലോട്ട് സ്റ്റോർ ചെയ്യും. ബാക്കിയുള്ള അഡ്രസ്സിൻ്റെ ഓരോ എലമെൻറ്റ്സും ഡേറ്റാബേസിലുള്ള ഓരോ കോളത്തിലായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗംഭീര സാധനമാണ് ഇത്. ഇതിൻ്റെ പിന്നെ മെഷീൻ ലേണിംഗ് സാധനം കിടിലമാണ്. അപ്പം ഇത് പിന്നീട് അങ്ങോട്ട് വായിച്ചപ്പോഴാണ് ഇതിൻ്റെ ടെക്നോളജിക്ക് മാർവൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് എൻട്രി ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, എൻട്രി ചെയ്ത് കഴിഞ്ഞ് ഈ ഡെലിവറി നടത്തുമല്ലോ. ഒരാളിപ്പോൾ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ എന്തെങ്കിലും പാഴ്സൽ ഡെലിവറി ചെയ്യുമ്പോൾ അയാളുടെ സിസ്റ്റത്തിൽ മാർക്ക് ചെയ്യും. ഈ മാർക്ക് ചെയ്യുമ്പോൾ ഇത് നേരെ പോയിട്ട് പിന്നെ ഇവരുടെ ലോക്കൽ സിസ്റ്റത്തിലോട്ടും സെൻട്രലൈസ് സിസ്റ്റത്തിലോട്ടും അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ ഇത് GPS സാറ്റലൈറ്റിലോട്ട് ഇതാവും, സാറ്റലൈറ്റ് അപ്ലിങ്ക് ആവും. സാറ്റലൈറ്റ് നേരെ GPS ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആവും. വളരെ ഡൈനാമിക് ആയിട്ടാണ് ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ക്രൗഡ് സോഴ്സ്ഡ് ആണ്. നമുക്കെല്ലാവർക്കും ഡേറ്റ എൻട്രി ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് പരിഹരിക്കാം. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഒരു കൾച്ചറൽ കമ്പ്യൂട്ടിംഗ് ആണ്. ഏതെങ്കിലും ഒരു ടീം വന്ന് റിജിഡായിട്ടോ ഞങ്ങൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പോകണം, നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ചോണം എന്നുള്ള രീതിയിലല്ല. നമ്മളെല്ലാവരും കൂടെ ആണ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം കൂടെയാണ് ഇതിന് ആക്റ്റീവായിട്ട് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. ലോകത്ത് ഒരു രാജ്യവും, സിംഗപ്പൂർ ആണെന്ന് തോന്നുന്നു ഒരു എക്സെപ്ഷൻ, സിംഗപ്പൂരിൽ ആകെ കേരളത്തിൻ്റെ താഴെ ജനസംഖ്യ ഉള്ളൂ എന്ന് ആലോചിക്കണം. ഇത്രയും ലാർജ് സ്കെയിലിൽ ഒരു രാജ്യവും ഇത്രയും വലിയൊരു അഡ്രസ്സിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഗൂഗിൾ അവരുടെ മാപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ ചാലഞ്ചസിലൊന്നായിരുന്നു ഇന്ത്യയിലെ അഡ്രസ്സിങ് സിസ്റ്റം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നമുക്ക് എങ്ങനെ ഈ അഡ്രസ്സിങ് സിസ്റ്റം നമുക്ക് പ്രോബ്ലം പരിഹരിക്കാനായിട്ട് സാധിക്കും. കാര്യം അവർക്ക് പറ്റുന്നില്ല എത്ര നോക്കിയിട്ട് എങ്ങനെയാണിത് ടാക്കിൾ ചെയ്യുന്നതെന്ന്. പക്ഷേ നമ്മളെ എൻജിനീയേഴ്സ് എന്താ പറയാൻ, ഒരു നെസസിറ്റി ഈസ് എ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്തായാലും ഇത് കൂടിയേ തീരുമെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ എൻജിനീയേഴ്സ് ശക്തമായി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അവരതിനെ വളരെ ടാക്റ്റിക്കലായിട്ട് ചിന്തിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലാണ് ഈ DigiPenന്റെ ഡിസൈനിങ് എല്ലാം തന്നെ. ഇനി ഇതിൻ്റെ ടെക്നോളജി ഡീറ്റെയിൽസിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കുറേ ഉണ്ട്. ഇതിൻ്റെ ഡേറ്റ ലെയർ വന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മെഷീൻ ലേണിങ്ങും ഒരു ഡേറ്റ അനലിറ്റിക്സ് ലെയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി ഈ സിസ്റ്റം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ 10,000 ലക്ഷക്കണക്കിന് ക്വറീസ് വന്നാലും അറ്റ് എ ടൈം ഈ സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാലും ഒന്നും സംഭവിക്കില്ല. സിസ്റ്റം എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ഇനി വേറൊന്നാണ് ഇന്ത്യയിൽ വരാൻ സാധ്യതയുള്ള സംഭവം, കണക്ഷൻ പ്രോബ്ലമാണ്. നമ്മളിപ്പോൾ ഇത് സംഭവം ഡെലിവറി ചെയ്യാൻ പോകുന്നു, ഈ സ്ഥലത്ത് ഈ ഗ്രാമത്തിൽ എനിക്ക് കണക്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ കണക്ഷൻ വേണ്ട. കാരണം ഇപ്പോൾ ഒരു സിനാരിയോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് പിന്നെ സൊമാറ്റോ ഡെലിവറി ചെയ്യുന്ന ഒരു പയ്യനുണ്ടെന്ന് വിചാരിക്കുക. അവന് തിരുവനന്തപുരത്തിൻ്റെ കോർഡിനേറ്റ്സ് മാത്രം മതി. അവന് കേരളത്തിൽ എൻ്റയർലിയുള്ള കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏത് സ്ഥലത്താണോ ഉള്ളത് ആ കോർഡിനേറ്റ്സ് ലോക്കലി ക്യാഷ് ചെയ്ത് നമ്മളെ ലാപ്ടോപ്പിൻ്റെ അകത്തോ കമ്പ്യൂട്ടറിൻ്റെ അകത്തോ ഫോണിൻ്റെ അകത്തോ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനവും ഈ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ കണക്ഷൻ ഇല്ലെങ്കിൽ കൂടി നമുക്കത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ഫസ്റ്റ് എന്നാണ് ആ സ്ട്രാറ്റജിയുടെ പേര്, ഇതിൻ്റെ ഒരു ഡിസൈൻ പ്രിൻസിപ്പിളിൻ്റെ പേര്. അങ്ങനെ ആ ഒരു രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നൊന്ന്, ഈ എൻ്റെ ഒരു സാധനം മൈക്രോ സർവീസസും APIയും വെച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ മൈക്രോ സർവീസും API ഒക്കെ കുറച്ച് IT ബേസ്ഡ് ടേംസാണ്. ഞങ്ങളുടെ ജോലി സ്ഥലത്ത് സ്ഥിരം ഉപയോഗിക്കുന്ന ടേമാണ് കുറച്ച് മൈക്രോ സർവീസ് API. എന്നാലും ഞങ്ങൾ പറഞ്ഞത് എന്താണ് മൈക്രോ സർവീസ് എന്നുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജിയോ ഹോട്ട്സ്റ്റാറോ പിന്നെ ആമസോൺ പ്രൈമോ എന്തെങ്കിലും ഓൺ ചെയ്യുമ്പോൾ കുറേ വീഡിയോസ് നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. നിങ്ങൾക്ക് കാണാൻ ഇതൊക്കെ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നമുക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോസ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നതിൻ്റെ പുറകിൽ ഒരു ടെക്നോളജി സർവീസ് വർക്ക് ചെയ്യും, ഒരു കോഡ് ബേസ് വർക്ക് ചെയ്യും. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കാണുന്ന സാധനങ്ങൾ, അതായത് പൂർണ്ണമായി കണ്ടുകൊണ്ടിരിക്കുമായിരുന്ന ഒരു വെബ് സീരീസ്, അതിൻ്റെ ബാക്കി നമുക്ക് കാണണം, അതുകൊണ്ടെങ്കിൽ താഴെ കാണിക്കും കണ്ടിന്യൂ വാച്ചിങ്. അത് വേറൊരു പിന്നെ സർവീസസാണ്. അങ്ങനെ ഓരോ കമ്പോണൻ്റ് ഉണ്ടാവും ഇതിൻ്റെ പുറകിൽ. നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ആമസോൺ പ്രൈം വീഡിയോ ആണ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ്, നമ്മളറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ പുറകിലെല്ലാം വേറെ കമ്പോണൻസ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്.
ഈ ഡിജി പിന്നിൻ്റെ പുറകിലും ഇതിനുള്ള ഓരോ എലമെൻസും ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ്. അപ്പോൾ എനിക്ക് ഈ കമ്പോണൻസിനെ മാത്രം ഒരു സർവീസസ് ആയിട്ട് കോൾ ചെയ്ത് ഉപയോഗിക്കാം. API കോൾ വഴി നമുക്ക് API വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എന്ന് പറയും. ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുവാണ്, ആപ്ലിക്കേഷനിൽ എനിക്ക് ഈ ഡിജി പിന്നിൻ്റെ സംവിധാനം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡിജി പിന്നിൻ്റെ ഒരു API എൻ്റെ ആപ്ലിക്കേഷനിലോട്ട് കോഡ് ചെയ്യും. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷന് ഡിജി പിന്നിൻ്റെ സംവിധാനവുമായി പിന്നെ സംസാരിക്കാനും ഡേറ്റ കൈമാറാനും ഒക്കെ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രൈവറ്റ് കമ്പനി വന്നിട്ട് അവർക്ക് ഈ ടെക്നോളജി അവരുടെ ആപ്ലിക്കേഷൻസുമായിട്ട് ഉപയോഗിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റും. ഇപ്പോൾ SBI ഒരു ആപ്പ് നിർമ്മിക്കുന്നു നിങ്ങളുടെ അഡ്രസ്സ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. SBIക്ക് ഈ ഡിജി പിന്നുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അടിയന്തര സഹായങ്ങൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കിട്ടാനായിട്ട് ആംബുലൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും പലപ്പോഴും വിളിക്കുമ്പോൾ ഇത് എവിടെയാണ് ഈ ധൃതിയിൽ ഇത് തന്നെ ഒന്നും ആവശ്യമില്ല. ഫോൺ വന്നാൽ പോലും കൃത്യമായത് ലൊക്കേഷനിൽ നിന്നാണ് ഫോൺ വന്നതെന്ന് അറിയാൻ സാധിക്കും, അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു ടെക്നോളജിക് മാർവലാണ് നമ്മൾ ആരുടെയും വലിയ ഫാൻഫെയറും ബഹളമൊന്നും ഇല്ലാതെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നമ്മൾ സോൾവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സിലിക്കൺ വാലിയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും മാർസിൽ പോകുന്നതിനെ കുറിച്ചുമൊക്കെ നിതാന്തമായി പരിശ്രമിക്കുകയും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് കാലങ്ങളായിട്ട് മനുഷ്യൻ നേരിടുന്ന ഒരു പ്രശ്നം എങ്ങനെ പ്രോപ്പർലി ഓരോ മനുഷ്യനെയും കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ ആ പ്രോബ്ലത്തിന് ഒരു പരിഹാരം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ ഡിജി പിന്നിൻ്റെ പിന്നെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 4x4 മീറ്ററാണ്. 10 ഡിജിറ്റാണ് മൊത്തം വരുന്നത്. ഈ 10 ഡിജിറ്റുള്ള ഡിജി പിൻ ഉണ്ട് എങ്കിൽ ആ 10 ഡിജിറ്റുള്ള ഡിജി പിൻ വരുന്ന ലൊക്കേഷൻ 4x4 മീറ്റർ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു മുറി നിന്ന് കഴിഞ്ഞാൽ ആ മുറിയിലെ നടുക്ക് അത്രയും വലിപ്പം പോലും വരില്ല. ഒരു 4 ടൈൽസിൻ്റെയൊക്കെ വലിയ ടൈൽസിൻ്റെയൊക്കെ നടുക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നടുക്ക് നിൽക്കുന്ന ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കും. 6 ഡിജിറ്റാണ് ഉള്ളതെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കും. വരും ദിവസങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ഡിജി പിൻ. 2015 നമ്മുടെ നോട്ട് നിരോധനം വന്ന സമയത്ത് 14 15 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നോട്ട് നിരോധനം വന്ന സമയത്ത് അതിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയും കോട്ടങ്ങളെ പറ്റിയൊക്കെ വലിയ ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളറിയാതെ അത് നമ്മളെ നോട്ട് നിരോധനം എന്ന് പറഞ്ഞ ഒരു സംവിധാനം നമ്മളെ ഫ്യൂൽ ചെയ്തത് ഒരു ഡിജിറ്റൽ എക്കണോമിയിലോട്ടായിരുന്നു. 2009 ഞാൻ Paytm എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉപയോഗിക്കും, മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ആ ഒരു മൊബൈൽ റീചാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2014-15 ആ നോട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് എല്ലാ ആൾക്കാരും ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് മാറി. പിന്നെ ഗൂഗിൾ പേ വന്നു, പിന്നെ ഭീം UPI വന്നു. അങ്ങനെ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവ്വസാധാരണമായി മാറി. ഇന്ന് കല്യാണങ്ങൾക്കും അമ്പലത്തിലും കാശ് കൊടുക്കുന്നത് പോലും ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴിയാണ്. 10 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു മാറ്റമാണ്. ആ എക്കണോമിയുടെ ഒരു സ്കെയിലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എത്രമാത്രം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല കണക്കുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2014 ഇപ്പുറം ലോകത്തിൽ പോവർട്ടിയിൽ ദാരിദ്ര്യത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചുയർത്തിയ ഒരു രാജ്യം ഇന്ത്യയാണ്. പിന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഡിജി പിൻ എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത നിലവാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഭയങ്കരമായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും. കാര്യം ഞാനത് അഡ്രസ് സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. അഡ്രസ് സ്റ്റാൻഡർഡൈസേഷൻ ഈസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഇൻഡെക്സ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരുടെ വലിയ ഡെവലപ്മെൻറ്റിന് കാരണമാവും ഈ ഓരോ സംവിധാനങ്ങളും സർവീസസും ഒക്കെ വരുമ്പോൾ അത് ആൾക്കാരുടെ അടുത്ത് എത്താനായിട്ട് ഈ ഡിജി പിൻ പോലുള്ള സംവിധാനങ്ങൾ നമ്മളെ സഹായിക്കും. ബാങ്ക്, ആധാർ അതുപോലുള്ള വാലിഡേഷൻ സർവീസസ് നമ്മളെ ഇത്തരം പിന്നെ അഡ്രസ്സ് ഡിജി പിൻ ലൊക്കേഷൻ കൊണ്ട് സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 140 എനിക്കത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഭയങ്കരമായ രോമാഞ്ചം കൊള്ളുന്ന ഒരു ടെക്നോളജിക് മാർവലാണത്. നമ്മൾ ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ടില്ലാത്ത ഒരു സംവിധാനം നമ്മുടെ ടെക്നോളജിക് ഇൻവെസ്റ്റ്മെൻറ്റും ബ്രെയിൻ പവറും കൊണ്ട് ഇന്ത്യ തദ്ദേശമായി സോൾവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 150 കോടി ആൾക്കാരുടെ അഡ്രസ് പ്രോബ്ലം ഡിജി പിൻ എന്ന സംവിധാനത്തിലൂടെ നമ്മൾ പരിഹരിച്ചിരിക്കുന്നു. ചിന്തിച്ചു നോക്കുക, 150 കോടി ആൾക്കാർ. നമ്മൾ ഓരോരുത്തർക്കും നിൽക്കുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനം എല്ലാം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഇത് സാധിക്കും. ഇതിനകത്ത് രസമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്.
ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മാത്രമല്ല ആൾട്ടിറ്റ്യൂഡും കൂടെ മെഷർ ചെയ്യും. അതായത് മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ അകത്ത് എവിടെയാണെന്നും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംവിധാനം ഈ ഡിജി പിന്നിന് ഉണ്ട്. വരും ദിവസങ്ങളിൽ പിൻ കോഡിനെ മിക്കവാറും ഡിജി പിൻ റീപ്ലേസ് ചെയ്യും. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെ 50 വർഷത്തെ നീണ്ട സർവീസിന് ശേഷം പിൻ കോഡ് മിക്കവാറും റിട്ടയർ ആവുന്ന കാലം അതിവിദൂരമല്ല. അല്ലെങ്കിൽ മിക്കവാറും ബാക്ക് എൻഡിൽ ഈ ഡിജി പിന്നായി സഹകരിച്ച് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. എന്നാലും വളരെ എക്സൈറ്റിംഗ് ആണുള്ള ഒരു ടെക്നോളജി ചേഞ്ചാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ സാധിച്ചാൽ, നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കുമാണ് നമുക്ക് പുതിയ പുതിയ ടോപ്പിക്കുകൾ കവർ ചെയ്യാനും അതിനെപ്പറ്റി പഠിക്കാനുമുള്ള ഒരു എനർജി. സോ വീഡിയോ കണ്ടതിന് വലിയ താങ്ക്സ്. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.